അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നാടൻ സ്റ്റൈലിൽ ഒരു മുട്ടക്കറി സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാം. അടിപൊളി കറിയാണ് കേട്ടോ. നാടൻ സ്റ്റൈലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് വേറെ ഒരു ഒരുപാട് ഐറ്റങ്ങളൊന്നും ചേർക്കുന്നില്ല. സാധാ മുട്ടക്കറി തന്നെയാണ് നമ്മൾ വീട്ടിൽ ചെയ്യാം. റെസ്റ്റോറന്റ് സ്റ്റൈലാണ് കേട്ടോ. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ചെയ്ത് നോക്കി. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര വിലപ്പെട്ടാണ്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ നമ്മളൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വന്നാൽ അത് കുറച്ച് എണ്ണ ഇട്ടു. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു 4 സവാള എടുത്തിട്ടുണ്ട്. അത് പൊടിയായിട്ട് നമ്മൾ അരിഞ്ഞെടുത്ത് തന്നെ അത് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിടുന്നത് നല്ലതാണ്. നമ്മൾ സവാള നല്ലോണം വഴന്ന് കിട്ടണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വഴന്ന് കിട്ടിയെങ്കിൽ ഈ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും. നല്ലോണം വഴറ്റിയെടുക്കണം നമ്മൾ. അപ്പോൾ ഇതാണ് നമ്മളെ സവാളയൊക്കെ എല്ലാം ഒന്ന് വഴന്ന് വന്നു. ഈ സമയത്ത് ഞാൻ ചേർക്കുന്ന പറയാൻ 2 സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് പേസ്റ്റാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമുളകൊക്കെ മാറി വരുമ്പോൾ നമ്മൾ ചേർക്കുന്ന പറഞ്ഞ ഒരു 2-3 പച്ചമുളക് പീസാക്കി എടുത്താണ് അത് പോയിട്ടുള്ളൂ. ഇനി അടുത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ 2 ചെറിയ തക്കാളി പീസാക്കി എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുക. 2 ചെറിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. ഇത് നല്ലോണം ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ഞാൻ 1 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്ത് 2 സ്പൂണാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് മല്ലിപ്പൊടി തോനെ വേണം. ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ചീരകം, ഒരു 1/4 ടീസ്പൂണ് നമ്മളെ ഗരം മസാല, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത്രയുള്ള പൊടി ഐറ്റംസ്. ഇനി എല്ലാം കൂടെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് അടിപൊളി അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പൊ പൊടി ഐറ്റംസിന്റെ പച്ചമണമൊക്കെ മാറി വരുന്ന ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാത്രം മതി. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റാൻ നേരത്തെ ഉപ്പ് ഇട്ട് കൊടുത്തായിരുന്നു. ഉപ്പ് കുറവാണെങ്കിൽ മാത്രം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇനി നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മള് മുളക് പൊടി കുറവാണ് ചേർത്തിക്കുന്നത് നമ്മൾ കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇതുണ്ട്, ഇത് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി നോക്കണം ഒരു വട്ടം കൂട്ടാതെ. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. സൂപ്പർ സാധനമാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങളവിടെ ഒന്ന് ഷെയർ ചെയ്യാണ്. അടിപൊളിയാണ്. നിങ്ങൾക്കിപ്പോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എന്റെ ഈ മുട്ടക്കറി. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.